ഈ യുദ്ധത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് എന്നോട് തന്നെയാണ്. ഭാവന പറഞ്ഞ മനോഹരമായ വാക്കുകളാണ് കേട്ടോ. ഈ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിരുന്നോ? കാണേണ്ട ഇന്റർവ്യൂ തന്നെയാണ്. KLF വേദിയിൽ സുനിത വില്യംസിനൊപ്പം ഭാവന നിൽക്കുന്ന ചിത്രം കണ്ട് പലരും ചോദിച്ചു, സുനിത സ്പേസിനെ ജയിച്ചവളാണ്, മറ്റവൾ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ വിളിച്ചു കയറ്റിയതെന്ന്. എന്നാൽ ഭാവന ജീവിതത്തെ വിജയിച്ചവളാണ്. ഭാവനയെ ആക്രമിച്ചതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആരായിരുന്നാലും അയാൾ എന്തിനാകും ഇത്തരമൊരു പ്ലാൻ ചെയ്ത് ഒരു പെണ്ണിനെ ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ, റേപ്പ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവരുടെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. അവളുടെ ജീവിതം ഇതോടെ തീർന്നു, ചാരിത്രം നഷ്ടപ്പെട്ടാൽ അവളുടെ കല്യാണം മുടങ്ങും, ഇവളെ ഇനി ആര് കെട്ടാൻ, മാനസികമായി തകർന്ന് അവൾ ഇനി ഏതെങ്കിലും മൂലയിൽ കുടിക്കോളും, വിവാദങ്ങൾ ഭയന്ന് അവൾ സിനിമയിൽ നിന്ന് ഓടും. അവളെങ്ങാനും ശക്തമായി തിരിച്ചു വരാൻ ശ്രമിച്ചാൽ പിടിച്ചു താഴ്ത്താൻ വീഡിയോ ഉണ്ടല്ലോ, അത് ലീക്കാക്കാം. കേസിന് പോയാലും വക്കീലന്മാരുടെ ചോദ്യവും പരിഹാസങ്ങളും ബലാത്സംഗത്തിന്റെ വിവരങ്ങൾ മുഴുവൻ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വിവരിക്കാനുള്ള ഉളുപ്പുകൊണ്ട് അവൾ പകുതി വഴിക്ക് കേസ് പിൻവലിച്ചു പോയിക്കോളും, ഉറപ്പാണ്. ബുദ്ധി കൊണ്ട് അവളെ ജയിക്കുന്നതിലെളുപ്പം ശാരീരികമായി അവളെ കീഴ്പ്പെടുത്തുന്നതാണ്. ഈ മുകളിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുൻവിധികളും പ്ലാനുകളും തകർത്തെറിഞ്ഞവളാണ് ഭാവന. കോടതി വരാന്തയിൽ അവളും കാത്തുനിന്നു, ഒരു സാധാരണ പെണ്ണിനേക്കാൾ ഏറെ സാമൂഹ്യ മധ്യത്തിലും ചാനലുകളിലും പരിഹാസവും സഹതാപവും കൊണ്ട്. ചർച്ചകളിലെ കീറിമുറിക്കലുകൾ കൊണ്ട് അവളും തകർന്നു പോയിട്ടുണ്ട്. ഒന്നും വേണ്ട, കേസൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ നോക്ക് എന്ന ഉപദേശം അവളും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അമ്മയുടെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് അവളും ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിലും പെണ്ണിന്റെ ആത്മാഭിമാനത്തിന് ഒരേ നിറമാണ്. ചവിട്ടിത്താഴ്ത്തലുകൾക്കും പരിഹാസങ്ങൾക്കും മുന്നിൽ തളരാതെ ഒറ്റക്ക് ഉയർന്നു വന്നവളാണ് ഭാവന. ഭാവനയെ വെറുതെ അങ്ങ് കൈയടിച്ച് ചേർത്ത് പിടിച്ചതല്ല ഞങ്ങൾ ജനങ്ങൾ. തകർന്നു പോയപ്പോഴും വഴിയിലൊരിടത്തും ഭാവന തളർന്നില്ല. അതെ, അതുകൊണ്ടാണ് ഭാവന ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത്. എന്നും ഒരുപാട് ബഹുമാനവും സ്നേഹവും മാത്രം. നിങ്ങളൊരു വല്ലാത്ത അതിയാണ്.